തൃശൂരിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലെന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. 2.5 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തി അനാവശ്യമായ കേസുമായി മുന്നോട്ട് പോകുന്നതിനാലാണ്. 3000 പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രോജക്റ്റാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വെച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു, ഇവിടെ ഒരു മാള് പണിയണം തൃശ്ശൂരിൽ. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിരിൽ പോയിട്ട് കേസ് കൊടുത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ്. ഈ സ്ഥലം ഒരു പാർട്ടി, ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. ആ പാർട്ടിയിൽപ്പെട്ട ആൾ എന്താണ്, ആ കേസ് ഹൈക്കോടതിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. 2.5 കൊല്ലമായി ആ കേസ് നടക്കുകയാണ്. അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു. അപ്പോൾ ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാൾ ഇവിടെ ആരംഭിക്കുന്നതാണ്. ഈ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ക്ലാസ് എടുക്കുമ്പോഴും വളർന്നു വരുന്ന തലമുറയോടും ഇപ്പോഴുള്ള തലമുറയോടും പറയേണ്ടത്, ഈ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുകയും പരവിൽ കവിഞ്ഞ ചെലവ് ചെയ്യാതിരിക്കുകയും നിങ്ങൾ പങ്ക്ച്വലായിരിക്കുകയും ആ മൂല്യങ്ങൾ കൂടി നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം പ്രൊഫഷണലിസത്തിൻ്റെ ഒപ്പം. ഐ എം വെരി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ആൻഡ് ഐ എം ഹോണേഡ് ടു ബി ഹിയർ വിത്ത് യു, മൈ ഫ്രണ്ട്സ്, ആൻഡ് ഐ വിഷ് ഓൾ സക്സസ് for this management association, and I promise any help from my support from my part, I am ready at any time. Thank you. തൃശൂർ ചിയാറത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെത്തിയത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതി പരിഗണനയിലാണ്. 2.5 വർഷമായി ആ കേസ് മുന്നോട്ട് പോവുകയാണ്. ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശൂരിൽ ലുലുവിന്റെ മാൾ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് ബിസിനസ്സുകാരുടെ പരസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശൂർ. കേരളത്തിലെ എല്ലാ അറിയപ്പെടുന്ന ബിസിനസ്സുകാരും തൃശൂരിന്റെ സംഭാവനയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പുതിയ തലമുറയ്ക്കായി തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ കരുതിവെക്കുന്ന സാംസ്കാരികപരമായും പ്രൊഫഷണൽ പരവുമായിട്ടുള്ള മികവ് എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിസിനസ്സും വളർച്ചയുമായി മുന്നേറുമ്പോഴും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം സദസ്സിലിരുന്ന കുട്ടികളോട് വ്യക്തമാക്കി. TMA പ്രസിഡന്റ് സി പത്മകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ PV നന്ദകുമാർ, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് MDയും CEOയുമായ K പോൾ തോമസ്, TS അനന്തരാമൻ, V വേണുഗോപാൽ, TS അനന്തരാമൻ, സിജോ പൊന്നൂർ, PK ഷാജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.